എവ്രിവൺ, ലിറ്റിൽ സ്റ്റാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ലിറ്റിൽ സ്റ്റാറിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ ഒരു ഗസ്റ്റിനെ പറ്റി പറയുമ്പോൾ 2 വയസ്സിൽ തന്നെ ഒരുപാട് റെക്കോർഡ്സ് കൈവരിച്ചിട്ടുള്ള, ഇപ്പോൾ 3.25 വയസ്സായിട്ടുള്ള കുഞ്ഞു വാവ ആത്മിക ഘോഷാണ് കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് ആത്മികയെ പരിചയപ്പെടാം. Hello, what's your name? What is my name is Amika Kos. Okay, കനി എന്നൊരു പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. കനിക്കുട്ടി എപ്പോൾ ആരാണ്? കനിമ. കന്നിമയോ? ആത്മികയാണ്. ആൾക്കിപ്പോൾ 3.25 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഏജിൽ ആൾ 6 മന്ത്സിൽ തന്നെ എന്താ പറയുക, ഈ പറയുന്ന പോലെ ഇൻ്റലിജൻസ് അവാർഡ്സിലേക്കുള്ള യാത്ര തുടങ്ങിയ ഒരു വ്യക്തി. 2 വയസ്സിൽ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, ഇൻഫ്ലുവൻസർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങി നിരവധി അവാർഡ്സാണ് ഈ ചെറുപ്രായത്തിൽ നേടിയിരിക്കുന്നത്. കനിക്കുട്ടി, എത്ര അവാർഡ്സാണ് മേടിച്ചിട്ടുള്ളത്? എത്ര റെക്കോർഡ്സാണ് മേടിച്ചിട്ടുള്ളത്? ഓക്കെ, വേറെ വേറെ ഒന്നുമില്ല. 3 റെക്കോർഡ്സ് മേടിച്ചു. കനിക്കുട്ടി നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരൂ. ആള് ഇന്റർവ്യൂസ് ഒക്കെ ഇതുപോലെ കുറേ ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. എന്തായാലും നമുക്ക് കനിക്കുട്ടിയുടെ നല്ലൊരു പാട്ട് കേട്ട് തുടങ്ങിയാലോ? ഏത് പാട്ട് പാടിത്തരും ആൻറ്റിക്ക്? ഓക്കെ, തുടങ്ങാം. റെഡി? തുടങ്ങിക്കോ. ഈ തിരുക്കം നീ തനിച്ചല്ലേ പേരയാവില്ലേ, കൂട്ടിനും ഞാനും പൊന്നോട്ടെ നിന്നാമിനുയേ, മഴയത്തും വേലത്തും പോകരുതേ, നാടിൻ്റെ വെത്തം കളയരുതേ, നീയുകൾ പറ്റി കൂടെ നീ നടന്നപ്പോ നീ തന്നു കുഞ്ഞിനുറങ്ങോവത്തം മിന്നാമിനുയേ. സൂപ്പർ. കനിക്കുട്ടി, ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്നേ? ഞാനീ ആരാ? സ്വന്തമായിട്ട് കനിക്കുട്ടി പഠിച്ചതാണോ? വീട്ടിൽ ആരൊക്കെയുണ്ട് കനിയുടെ? അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും ഒന്ന് പരിചയപ്പെടുത്തോ? അവരുടെ പേരെന്തൊക്കെയാണ്? അച്ഛൻ്റെ അമ്മയുടെ പേര്? അച്ഛൻ്റെ പേരെന്തുവാ? അജയ് ഘോഷ് അച്ഛൻ. അമ്മയുടെ പേരോ? നാനിയമ്മ. നാനിയമ്മ എന്നാണോ? അപ്പം അമ്മയാണോ പാട്ടൊക്കെ പഠിപ്പിച്ചിരുന്നേ? അപ്പം കനിക്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താണ്? വീട്ടിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താണ്? പാട്ട് പാടാനാണോ, ഡാൻസ് ചെയ്യാനാണോ, അതോ പഠിക്കാനാണോ? എന്താണ് ഇഷ്ടമുള്ളത്? ഡാൻസ് ചെയ്യാനാണ് ഇഷ്ടമുള്ളത്. ഓക്കെ. സ്കൂളിലൊക്കെ ജോയിൻ ചെയ്തു എന്നൊക്കെ കേട്ടില്ല, അമ്മ പറഞ്ഞല്ലോ. ഈ ജൂണിൽ സ്കൂളിലൊക്കെ കയറുമല്ലോ. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഫ്രണ്ട്സിന്റെ പേരെന്തുവാ? ആത്മിയാണോ ഫ്രണ്ട്? അമ്മേനെയാണോ അച്ഛനാണോ ഇഷ്ടം? അമ്മേനെ അച്ഛനെ ഇഷ്ടമാണ്. അപ്പൊ ഈ റെക്കോർഡ്സ് ഒക്കെ കിട്ടാനേ മോളെ ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത് ആരാണ്? നാനിയാണ്. ആണോ? അമ്മയാണോ പഠിപ്പിച്ചു തരുന്നേ? അമ്മ പഠിപ്പിച്ചു തരുന്നതൊക്കെ ഇഷ്ടമാണോ? പഠിക്കാനൊക്കെ ഇഷ്ടമാണോ? മക്കളാണെങ്കിലേ ഈ കാർഡ്സ് തന്നാൽ കാർഡിലുള്ള ഈ ഓരോ ആനിമൽസ്, ഫ്രൂട്ട്സ് ഒക്കെ കറക്റ്റായിട്ട് പറയുമോയെന്ന് ആൻറ്റി അറിഞ്ഞു. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? കാർഡ്സ് എടുത്തോണ്ട് വരട്ടെ? ഓക്കെ. അപ്പോൾ അതേ കനിക്കുട്ടിയുടെ അമ്മ എനിക്ക് കുറച്ച് കാർഡ്സ് തന്നിട്ടുണ്ട്. കനിക്കുട്ടി ആള് അടിപൊളിയാണ്, സ്മാർട്ടാണ്, പക്ഷെ എപ്പോഴും അമ്മ കൂടെ ഉണ്ടാവും. ഇന്നിപ്പോൾ അമ്മ കുറച്ചൊന്ന് ബാക്കിൽ മാറി നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ അല്ലേ? പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഇത് കറക്റ്റായിട്ട് പറയും. എൻ്റെ കയ്യിൽ ഇപ്പോൾ 90 കാർഡ്സോളം ഉണ്ട്. ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ട്,
വെജിറ്റബിൾസ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ റാൻഡം ആയിട്ട് കനിക്കുട്ടിക്ക് കാണിച്ചു കൊടുത്താൽ, ഏത് കാർഡ്സ് കാണിച്ചു കൊടുത്താലും അതിലുള്ള ആ പടത്തിലുള്ള ആൾ ആരാണോ അത് കനിക്കുട്ടി പറയും. ഓക്കെ, ആദ്യത്തെ കാർഡ് ആൻറ്റി കാണിച്ചു തരട്ടെ. ഇതെന്തുവാ? റാബിറ്റ്. വെരി ഗുഡ്, റാബിറ്റ്. ഇതെന്തുവാ? ഡോങ്കി. ഡോങ്കി, വെരി ഗുഡ്. ഇനി ആൻറ്റി ഒരു വെജിറ്റബിൾ കാണിച്ചു തരട്ടെ. റാഡിഷ്. റാഡിഷ്. ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാ? മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണ്? ആപ്പിൾ. ആപ്പിൾ ആണോ? അമ്പോ ഇതാരാണ്? ചീറ്റ. ഇത് ചീറ്റയാണോ? ഇത് ചീറ്റയാണോ? ശരി. ഇതാ? ഓറഞ്ച്. വെരി ഗുഡ്. ഇതെന്തുവാ? അപ്രിക്കോട്ട്. വെരി ഗുഡ്. ഇനി ഒരെണ്ണം കൂടെ കാണിച്ചു തരാം, നമുക്ക് അതുകൂടെ മതി കേട്ടോ. ബനാന. വെരി ഗുഡ്. ആൾക്ക് ഈ എന്താ പറയുക, അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആൾ കറക്റ്റായിട്ട് ഒരു നമ്മുടെ ഡിസ്ട്രിക്ട്സ് കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്യും, അതുപോലെ സ്റ്റേറ്റ് കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ കറൻസിയിലെ എഴുതിയിട്ടുള്ള ആ ലാംഗ്വേജസ് ഒക്കെ മോള് കറക്റ്റായിട്ട് പറയും. അപ്പോൾ കനിക്കുട്ടി നമുക്ക് വേണ്ടിയിട്ടേ കറൻസിയിലെ ലാംഗ്വേജസ് ഒന്ന് പറഞ്ഞു തരുമോ? ഭാഷ പറഞ്ഞു തരാമോ? പറഞ്ഞു തരൂ. അസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മറാത്തി, നേപ്പാളി, കൊങ്കണി, സംസ്കൃതം, തെലുങ്ക്, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ആഹാ, കൊള്ളാമല്ലോ. കനിക്കുട്ടി, നമുക്ക് വേണ്ടി ഒരു പാട്ടും കൂടെ പാടിത്തരും. വേറെ ഏതൊക്കെ പാട്ടറിയാം? അമ്പിളി കരയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പെന്ന് നെഞ്ചത്ത് വെട്ടിരാച്ചില്ലുമാ തലേ വലിഞ്ഞു കയറി ദൂരത്തിൽ പതങ്ങിയല്ലോ തരക്കോളത്തുള്ളൂരാഴ്ചക്കും വെട്ടിരച്ചില്ലെത്തിലോ ഭൂമിയെ പടമറും അത്തയും വെട്ടിര ഇട്ടു വെച്ചാൻ കുഞ്ഞളം വാവേ കടകേത്തും മെല്ലെ വിരുപൂത്തും മാർവിൽ ചൂടി ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമ്പൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. ആൻറ്റി ഒരു കാര്യം കൂടെ ചോദിച്ചാൽ പറഞ്ഞു തരുമോ? നമ്മുടെ ഈ സ്റ്റേറ്റ് ഒക്കെ കനിക്കുട്ടിക്ക് അറിയാന്ന് പറഞ്ഞില്ലേ, സ്റ്റേറ്റ്സിന്റെ പേരൊക്കെ ആൻറ്റിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാവോ? ഓക്കെ ആണോ? ഡൺ. ഓക്കെ. കേരളം, ആന്ധ്രാപ്രദേശ്, അരുണാചൽപ്രദേശ്, ആസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാൻഡ്, ത്രിപുര, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, സിക്കിം, തമിഴ്നാട്, തെലുങ്കാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ജമ്മു കാശ്മീർ. സൂപ്പർ. ഇതൊന്നും മാത്രമല്ല, നമ്മൾ ചോദിക്കുവാണെങ്കിൽ കൺട്രീസിൻ്റെ പേര്, കോണ്ടിനെൻസിൻ്റെ പേര്, പ്ലാനറ്റ്സിൻ്റെ പേര്, A to Z ആൽഫബറ്റ്സ് ഒക്കെ ആൾ പറയും. ശരിക്കും വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മോളാണ് കനിക്കുട്ടി. കാരണം ആൾക്ക് 4 വയസ്സാവാൻ പോകുന്നതേ ഉള്ളൂ. 2 വയസ്സിൽ തൊട്ട് ആൾ റെക്കോർഡ്സ്, ഓരോരോ റെക്കോർഡ്സും ആൾ നേടി തുടങ്ങി. അപ്പം ഉറപ്പായിട്ടും അവൾക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന, അവളുടെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന അവരുടെ പേരൻസിനും ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഇത് മെയിൻ റീസൺ അവരുടെ പേരൻസ് കൂടി തന്നെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് കനിക്കുട്ടി, ഞങ്ങളുടെ പ്രോഗ്രാമിൽ വന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ കനിക്കുട്ടീനെ നമ്മുടെ എന്താ പറയുക വ്യൂവേഴ്സ് എല്ലാവരും കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും കനിക്കുട്ടിയുടെ ഈ ഒരു പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയും വിളിച്ചാൽ വരുമോ? ഞങ്ങളുടെ പ്രോഗ്രാമിൽ വരുമോ? ഇഷ്ടപ്പെട്ടോ? ആൻറ്റിയോട് സംസാരിച്ചൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ കനിക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ മോളെ.
ഇനി ഇതുപോലെ ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ കിട്ടട്ടെ കേട്ടോ. അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു വരുന്നത് പോലെ പഠിച്ച് അടിപൊളിയാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നില്ല. മറ്റൊരു അതിഥിയുമായിട്ട് വീണ്ടും കാണാം. ചെറിയൊരു ബ്രേക്ക് എടുത്ത് മടങ്ങിയെത്താം. നമസ്കാരം, ലിറ്റിൽ സ്റ്റാർസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് പാട്ടുകൾ ഒരുപാട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, പാട്ടുകൾ ആസ്വദിച്ചുകൊണ്ട് പാടുന്ന ഒരു കൊച്ചു മിടുക്കിയാണ്. സ്വാഗതം ചെയ്യാം ലിറ്റിൽ സ്റ്റാർസിലേക്ക്. നമസ്കാരം. മോളുടെ പേരെന്താണ്? നിവേദ്യൻ കുറുപ്പ്. എവിടെ നിന്നാണ് വരുന്നത്? കഴക്കൂട്ടം. എത്ര വയസ്സായി? 9 വയസ്സായി. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, അങ്കിളുണ്ട്, ആൻറ്റിയുണ്ട്. അപ്പം പാട്ടിലേക്ക് എങ്ങനെയാണ് ഒരു ഇഷ്ടം തോന്നി തുടങ്ങുന്നത്? കേൾക്കുമ്പോൾ നല്ല ഇഷ്ടം തോന്നും, പിന്നെ പാടാൻ രസമൊക്കെ ഉണ്ടത്. എത്രാമത്തെ വയസ്സ് തൊട്ടാണ് മോൾക്ക് മനസ്സിലായത് എനിക്കിങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ളത്? എത്രാമത്തെ വയസ്സ് തൊട്ടാണ് പാടി തുടങ്ങിയത്? പാടി തുടങ്ങിയത് പണ്ടേ പാടും. എനിക്ക് അറിയില്ല, ഞാൻ പാടുമെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ അമ്മൂമ്മയാണ് കണ്ടുപിടിച്ചത്. ഞാൻ പാടുമെന്ന് എൻ്റെ അമ്മൂമ്മയെ കണ്ടുപിടിച്ചത്. അമ്മൂമ്മയ്ക്ക് എങ്ങനെയാണ് പാട്ടൊക്കെ കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണോ? ഇഷ്ടം. മോള് പാടുന്നത് കേൾക്കാൻ അമ്മൂമ്മയാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യും. പിന്നെ സ്കൂളിൽ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ സപ്പോർട്ട് വേണം. ആദ്യം തന്നെ നമുക്ക് എന്നാൽ നിവേദിതയുടെ ഒരു പാട്ട് കേട്ടാലോ? 2 വരി പാടാവോ? പല ദിനമായി ഞാനും പല ബകാരുതാനില്ലേ, പല ദിനമായി ഞാനും പല ബകാരുതാനില്ലേ, നല്ല മുടുക്കാൻ വാതിന്നു കളിയല്ലേ രുചിക്കുന്നു, നല്ല മുടുക്കാൻ വാതിന്നു കളിയല്ലേ രുചിക്കുന്നു. അടിപൊളിയായിട്ട് അജിതാ ഹരേ എന്ന് പറയുന്ന പാട്ടാണ് ഇപ്പോൾ മോള് നമുക്കായിട്ട് പാടിയത്. ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ്. അപ്പം അത് ഇത്രയും നല്ല രാഗത്തിൽ കേൾക്കാൻ പറ്റുന്നത് തന്നെ എന്താണ് വളരെ പ്ലീസിങ് ആണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, മോൾ എത്രാമത്തെ വയസ്സ് തൊട്ടാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത്? 3 വയസ്സ് തൊട്ട് പഠിച്ചു. 3 വയസ്സ് തൊട്ട് പഠിച്ചു തുടങ്ങി. ഇപ്പം എത്ര വയസ്സായി? 9. അപ്പം ഈ ഒരു കാലയളവിൽ പാട്ട് പഠിച്ചതിൽ വെച്ചിട്ട് എന്തൊക്കെ അറിവുകളാണ് മോൾക്ക് നേടാൻ സാധിച്ചത്? പാട്ട് പാടുന്ന ഒരു നല്ല കഴിവ്, പാട്ട് പാടാൻ നല്ല ഇഷ്ടമുണ്ട്. പിന്നെ പാട്ട് പാടുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും, ഹാപ്പി ആക്കാറുണ്ട് അല്ലേ? ഓക്കെ. മോളുടെ ഗുരു ആരാണ്? ഉമേഷ് സർ. ഓക്കെ. എവിടെയാണ് സ്ഥലം? പഠിക്കുന്ന സ്ഥലം എവിടെയാണ്? കഴക്കൂട്ടം. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ സജഷൻസ് പറയാറുണ്ടോ ഇന്ന പാട്ട് പാടണം എന്ന്? ചില ഫ്രണ്ട്സ് ഒക്കെ പറയും. അപ്പം അവർക്ക് പാടി കൊടുക്കുമ്പോൾ അവരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ. ആദ്യമായിട്ട് സ്റ്റേജിൽ എപ്പോഴാണ് പാടുന്നത്? 7 വയസ്സൊക്കെ ആവുമ്പോൾ, അല്ലെങ്കിൽ 6 വയസ്സ്. പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ യുവജനോത്സവത്തിനൊക്കെ പോകാനായിട്ട് ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്കൂൾ തലത്തിലും അവിടെയൊക്കെ ഒത്തിരി പ്രൈസുകൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഉണ്ട്. റിയാലിറ്റി ഷോസിൽ പാടാൻ ഇഷ്ടമാണോ? ഇഷ്ടം. അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഏത് റിയാലിറ്റി ഷോയിലായിരിക്കും പാടാൻ താല്പര്യം? ടോപ്പ് സിംഗർ. ഓഡിഷൻസിന് പോയിട്ടുണ്ടോ? ഇല്ല. സ്കൂളിലെ ലൈറ്റ് മ്യൂസിക്, അങ്ങനെ നാടൻ പാട്ട് എന്ന് പറഞ്ഞ ഒരുപാട് അത്രയും പാടാറില്ല. ഇഷ്ടമാണോ പാടാനായിട്ട്? കേട്ടിട്ടുണ്ട്, അത്രയും പാടൂല, അത്രയും പാടത്തില്ല, അറിയില്ല. ഇനി പഠിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പം ലൈറ്റ് മ്യൂസിക്കിന് ആണോ കൂടുതലും പ്രൈസ് കിട്ടിയിട്ടുള്ളത്? ഫിലിം സോങ്ങിനും ലൈറ്റ് മ്യൂസിക്കിനാണ്. ഫിലിം സോങ്സിനും. ഫിലിമിൽ ഇപ്പം ഒരുപാട് ചിത്രങ്ങൾ റിലീസായില്ലേ, അതിൽ ഏത് ചിത്രത്തിലെ പാട്ടാണ് ഏറ്റവും കൂടുതൽ മോൾക്ക് ഇഷ്ടപ്പെട്ടതും പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട്? തുടരും സിനിമയിലെ കൺമണി പൂവേ. നമുക്കൊന്ന് അത് കേട്ടാലോ? പാടാവോ? എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്, എൻ്റെ കിനാവാണ് എന്തിനും നീയാണ്,
കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിളകെ പൂത്തു നിന്നാട്ടെ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാട്ടെ. അപ്പം നേരത്തെ പറഞ്ഞു അമ്മൂമ്മയാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അമ്മൂമ്മ ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്കായിട്ടൊരു പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് പാട്ടായിരിക്കും? അത് അമ്മയ്ക്ക് കുറേ പാട്ട് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പഴയ പാട്ടുകൾ ഇഷ്ടം. അപ്പം അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു 2 വരി ആ പഴയ പാട്ടിൽ നിന്ന് പാടാനാണെന്നുണ്ടെങ്കിൽ ഏത് പാട്ടായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? രാജശില്പി. നമുക്കൊന്ന് കേട്ടാലോ? രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ രാജശില്പി. അടിപൊളിയാണല്ലോ, നന്നായിട്ട് പാടിട്ടോ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, മോള് നേരത്തെ പറഞ്ഞില്ലേ പാട്ട് പഠിക്കുകയാണെന്ന് പറഞ്ഞില്ലേ, എവിടെയാണ് പഠിക്കുന്നത്? MG മ്യൂസിക് അക്കാഡമി കഴക്കൂട്ടം. MG മ്യൂസിക് അക്കാഡമി. അപ്പം അവിടുത്തെ ടീച്ചേഴ്സൊക്കെ എങ്ങനെയാണ് മോളുടെ അടുത്ത്? നല്ല പഠിപ്പിക്കും, നല്ല സ്നേഹമാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പാട്ടൊക്കെ പാടി നോക്കാറില്ലേ? അതായത് സ്വന്തം സൗണ്ട് ഒക്കെ മോഡുലേഷൻ ഒക്കെ കറക്റ്റ് ആക്കാൻ നോക്കാറില്ലേ? അപ്പം അത് ഒരു ദിവസം എത്ര മണിക്കൂറായിരിക്കും അതിനു വേണ്ടി മാറ്റി വെക്കുന്നത്? അതിന് വേണ്ടി 1 മണിക്കൂറൊക്കെ മാക്സിമം. 1 മണിക്കൂറൊക്കെ അല്ലേ? അപ്പം ഈ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ സൗണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇപ്പം മോള് തന്നെ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഈ തണുത്തതൊക്കെ അവോയ്ഡ് ചെയ്യൂ. എങ്ങനെയാണ് ആ ഒരു ഹെൽത്ത് കീപ്പ് ചെയ്യുന്നത്? കഴിക്കാറില്ല. അങ്ങനെ, ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇനി എന്താ പറയുക, സിനിമയിലൊക്കെ ഒരു അവസരം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ പാടാനായിട്ട്, പ്ലേ ബാക്ക് സിംഗറായിട്ട്? അതാണ് ഏറ്റവും വലിയ ഡ്രീം? ഡ്രീം സിംഗർ ആവാനാണ്. അതിന് ആഗ്രഹമുണ്ട്. ആരുടെ കൂടെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് പാടാനാണ് ഇഷ്ടപ്പെടുന്നത്? ചിത്ര അമ്മ അല്ലെങ്കിൽ MG സാർ. അവരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? MG സാറിനെ ഇല്ല, കണ്ടിട്ടില്ല. MG സാറിനെ കണ്ടിട്ടുണ്ട്. ആണോ? ചിത്ര അമ്മയെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പാട്ടുകാരിയാണല്ലോ, അപ്പം സിനിമയിലൊക്കെ ഒത്തിരി പേര് ഇപ്പോൾ പാടുന്നുണ്ട്, ഒത്തിരി പേരുടെ പാട്ടുകൾ ട്രെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ മോൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏത് സിംഗറിനെയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടമുള്ള ചിത്രമ്മയാണ്. ജാനകി അമ്മ ഇഷ്ടം. അവരുടെ 1-2 പാട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, അവർ ലെജൻസ് ആണ്, ഒത്തിരി നല്ല പാട്ടുകൾ പാടിയിട്ടുള്ള ആൾക്കാരാണ്. എന്നാലും അവരുടെ 1-2 പാട്ട് ഫേവറേറ്റ് ലിസ്റ്റിൽ കാണുമല്ലോ, അപ്പോൾ അത് ഏതൊക്കെയാണ്? ചിത്രമ്മയുടെ ഏതോ വാർമുകിലി, ജാനകി അമ്മയുടെ മലർക്കൊടി പോലെ. മലർക്കൊടി പോലെ, ബ്യൂട്ടിഫുൾ. അപ്പം ചിത്രാമ്മയുടെ ആ പാട്ടൊന്ന് പാടാവോ? ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഓമലേ ജീവനിൽ അമർത്തേകാനായി വീണ്ടും എന്നിലേതോ ഓർമ്മകളായി നിലാവിൻ മുത്തേ നീ വന്നു. ഓ, ഞാനങ്ങ് ലയിച്ചിരുന്നു പോയി പാട്ട് കേട്ട്. ഭയങ്കര രസമുണ്ടായി. എൻ്റെയും ഫേവററ്റ് സിംഗർ ചിത്രാമ്മയാണ്. അപ്പം എനിക്കിത് പാടിയപ്പോൾ ഭയങ്കരമായിട്ടും കണക്റ്റായി. പിന്നെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ്? അച്ഛൻ ദുബായിൽ നേഴ്സാ, എൻ്റെ അമ്മ സൗദിയിൽ നേഴ്സാണ്. ഓക്കെ. നേഴ്സ്. അച്ഛനും അമ്മയും പാടാറുണ്ടോ? അച്ഛൻ പാടും, അമ്മ ഡാൻസറാണ്. മോൾക്ക് പാട്ടല്ലാണ്ട് വേറെ എന്തൊക്കെ ഹോബീസ് ഉണ്ട്? പാട്ടുണ്ട്, ഡ്രോയിങ് ഉണ്ട്.
ഡ്രോയിങ്ങിന് ഇങ്ങനെ കോൺടെസ്റ്റിനൊക്കെ പോകാറുണ്ടോ? കോൺടെസ്റ്റിന് ചേർന്നിട്ടില്ല. ഇപ്പോഴാണ് കണ്ടുപിടിച്ചൊക്കെ നല്ല പടം വരയ്ക്കും. ഈ സമയമാണ് നന്നായിട്ട് പടം വരയ്ക്കുന്നത്. പണ്ടൊക്കെ ചെറുതായിട്ട് വരയ്ക്കുന്നത്, ഇപ്പം നല്ല വരയ്ക്കും. മനസ്സിലായി. അത് നമുക്ക് അറിയാമല്ലേ, ഈ പ്രായത്തിലാണ് നമ്മൾ ഓരോ ഹോബീസ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ലപോലെ അത് മനസ്സിലാക്കാൻ പറ്റട്ടെ എന്തൊക്കെ കഴിവുകളുണ്ടെന്നുള്ളത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, സ്കൂളിൽ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞു. അപ്പം സ്കൂളിൽ പോകുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ സമയം നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ അവർ നമ്മളെ അടുത്ത് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടത്തില്ലേ? അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ പാടാൻ പറയുന്ന പാട്ട് ഏതാണ്? അങ്ങുവാണക്കോളിലാണ്. അതൊന്ന് പാടിയാലോ? അങ്ങ് വാണക്കോണില് നിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിന്നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ, ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. തരക്കൊളുത്തുള്ളൊരാ ചേലക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയപ്പാടെ മൂടും അത്തയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഉറങ്ങ് 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 ഉറങ്ങ്. ബ്യൂട്ടിഫുൾ. ഈ പാട്ട് പാടുന്ന ഈ മൊമെന്റ്സ് ഇല്ലേ, അപ്പം അതിൽ ഒത്തിരി നമുക്ക് നിമിഷങ്ങൾ ഉണ്ടാവില്ലേ? എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കാര്യങ്ങളല്ലേ? അപ്പം അതിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന മൊമെന്റ് ഏതൊരു ടൈമിലാണ്? ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്, ഒരു ദിവസം ഞാൻ കോട്ടയത്ത് പാടാൻ പോയപ്പോൾ മെഡലൊക്കെ കിട്ടി. അതിൻ്റെ സന്തോഷത്തിൽ കുഞ്ഞു കൂട്ടിലുള്ള പാടിയത്. ഓക്കെ. ആ പാട്ടിനാണ് മെഡൽ കിട്ടിയതല്ലേ? അപ്പം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കാണാൻ? ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതിനൊക്കെ കൂടെ വരുന്നത് ആരാണ്? മോളുടെ കൂടെ ഓരോ വേദിയിലും സപ്പോർട്ടായിട്ട് മോളെ കൊണ്ടുപോകുന്നതും എല്ലാം ചെയ്യുന്നത് ആരാണ്? അമ്മുമ്മയുണ്ട്. അമ്മുമ്മ അമ്മായിക്ക് വരുന്നുണ്ട് അല്ലേ? മോളുടെ സ്കൂളിലെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്? ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആദ്യശ്രീ, ശ്രീനാഥ്, വിൻഫ്രി. ഓക്കെ. അപ്പം അവരിങ്ങനെ എന്താ പറയാ, അവർക്ക് ഇങ്ങനെ ഓരോ കഴിവുകൾ കാണത്തില്ലേ? അപ്പം ആദ്യശ്രീക്ക് ഡ്രോയിങ്, വിൻഫ്രിക്ക് ഡ്രോയിങ്. അവർ രണ്ടുപേരും ഡ്രോയിങ്ങിലേക്കാണ്, മോള് പാട്ടിലേക്ക്. അപ്പം മോൾ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ്? സപ്പോർട്ട്. അങ്ങനെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മലയാളം പാട്ടുകൾ അല്ലാണ്ട് മറ്റ് ഭാഷാ പാട്ടുകൾ കേൾക്കുന്നത് എൻജോയ് ചെയ്യാറുണ്ടോ? അത് പാടി നോക്കാൻ ശ്രമിക്കാറുണ്ടോ? പാടിയൊക്കെ ശ്രമിക്കും, പക്ഷെ കിട്ടൂല. ഒരു പാട്ട് കുറച്ചറിയാം. തമിഴ്, ഹിന്ദി. തമിഴിൽ ഏത് പാട്ടാ അറിയാന്നുള്ള? ഒരു തല കാതല തന്ത. അത് ഒന്ന് പാടിയാലോ? ഒരു തല കാതല തന്ത എൻ്റെ തറുതല മനസ്സുക്കു വந்த, ഒരു തല കാതലു കന്ത എൻ്റെ തറുതല മനസ്സുക്കു വந்த, காதலிக்க கைடு இல்ல சொல்லித்தர வாவாத்தி, சேர்த்து வச்ச ஆசையில் அள்ளித்தர வாவாத்தி, ஏ உசுர ஓ உசுர தாரக்கை பாத்தி, அடியாத்தி இது இந்த ஃபீலு ஒன்னால நான் ஃபீலு, பிடிக்காம ஓட்டனரியிலு இனிமேல் மூவாலு, അടിയാത്തി ഇത് എന്ത് ഫീല് ഒന്നാല ഞാൻ ഫീല്, പൊടിക്കാമ ഓട്ടനറിയില് ഇനിമേന്നോവാല്. അടിപൊളി. ധനുഷിന്റെ വാത്തി സിനിമയിലെ പാട്ടാണ് ഇപ്പൊ പാടിയത്. മോൾക്ക് കീർത്തനം ഏതെങ്കിലും പാടാൻ അറിയാവോ? മഹാഗണപതി അറിയാല്ലേ? അപ്പൊ അത് ഒന്ന് പാടിയാലോ? മഹാഗണപതി
महागणपतिं मनसा स्मरामि महागणपतिं मनसा स्मरामि महागणपतिं मनसा स्मरामि महागणपतिं मनसा स्मरामि वसिष्ठवामदेवादिवन्दितमहागणपतिम्. അടിപൊളി. അപ്പം സ്വീറ്റായിട്ട് തുടങ്ങി ഒരു ഡിവോഷണൽ, ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം എന്തായാലും ഒരുപാട് അവസരങ്ങൾ ഇനി ഉണ്ടാവട്ടെ മുന്നോട്ട് ഫ്യൂച്ചറിൽ. ഒരു നല്ലൊരു പ്ലേ ബാക്ക് സിംഗറായിട്ട് വരട്ടെ. എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ എന്താ പറയുക മോട്ടിവേഷനും കിട്ടട്ടെ. ഇനിയും ഹോബീസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ. അപ്പം വലിയൊരു നിലയിൽ എത്തട്ടെ. നമ്മളെല്ലാവരും അറിയട്ടെ, എല്ലാവരും അറിയപ്പെടുന്നൊരു സിംഗറായി മാറട്ടെ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 2 കൊച്ചു മിടുക്കുകളെ പരിചയപ്പെട്ടു. അവരുടെ എക്സ്പീരിയൻസസിനെ കുറിച്ചും ടാലൻസിനെ കുറിച്ചും അറിഞ്ഞു. എന്തായാലും അവരുടെ ഫ്യൂച്ചറിന് ഒത്തിരി വിഷസ്. ആൻഡ് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ ടാലൻസിനെ കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് നേഹ സൈനിങ് ഓഫ്.